പാർട്ടിയിൽ നിന്ന് പുറത്താകും. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള തീരുമാനം ഉടനുണ്ടാകും. ഉചിതമായ സമയം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ്. പാർട്ടി KPCC അധ്യക്ഷൻ പറഞ്ഞ ഉചിതമായ സമയം വന്നു ചേർന്നിരിക്കുന്നു. മുൻകൂർ ജാമ്യമില്ല, അറസ്റ്റിന് തടസ്സവുമില്ല. TV പ്രസാദിലേക്കാണ്. പ്രസാദ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കൊണ്ടുവന്ന തടസ്സം എല്ലാം തന്നെ കോടതി തള്ളിയിരിക്കുകയാണ്. പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന ഒറ്റ വാചകത്തിൽ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. മുൻകൂർ ജാമ്യമില്ല, അറസ്റ്റിന് തടസ്സമില്ല. വിശദാംശങ്ങൾ ശ്രുതി. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നിർണായകമായ തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നു. KPCC അല്പസമയത്തിനകം വാർത്താക്കുറിപ്പിറക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മുൻകൂർ ജാമ്യത്തിന് കാത്തിരിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചിരിക്കുന്ന വാർത്താക്കുറിപ്പിത പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കോൺഗ്രസിൽ ഇല്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തനിയാണ്. തനിയെ കേസ് ജയിക്കണം, തനിയെ കേസുമായി മുന്നോട്ട് പോകണം. പാർട്ടി പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു. ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റോഷിബാലിലേക്ക് പോവുകയാണ്. റോഷിബാൽ, ഇപ്പോൾ ബ്രഹ്മാസ്ത്രം അതാ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്ത്. വിശദാംശങ്ങൾ സ്മൃതി, ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളുടെയും അഭിപ്രായം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തേടിയതാണ്. അങ്ങനെ അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷം ഇന്ന് കോടതി ആ ജാമ്യാപേക്ഷയിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നതിന് ശേഷം ഈ KPCCയുടെ തീരുമാനം പ്രഖ്യാപിക്കാം എന്നെടുത്തതാണ്. ഹൈക്കമാൻഡിന് നേരത്തെ തന്നെ ഈ കാര്യം അറിയിച്ചു. ഹൈക്കമാൻഡ് അനുമതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസുമായുള്ള മുഴുവൻ ബന്ധവും വിച്ഛേദിക്കാനുള്ള അനുമതി കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ നൽകി. കാരണം ഗൗരവമുള്ള പരാതികൾ പെൺകുട്ടികൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കൈമാറിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടത്. ദീപാദാസ് മുൻഷിയിലൂടെ നിർദ്ദേശം കൃത്യമായി KPCC അധ്യക്ഷന് വന്നു. മുഴുവൻ നേതാക്കളുടെയും അഭിപ്രായം തേടുക, ഇനി തീരുമാനം വൈകരുതെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മുൻ KPCC അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ച് അവരുടെ അഭിപ്രായം തേടിയത്. എല്ലാ നേതാക്കളും ഒറ്റ അഭിപ്രായമായിരുന്നു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ സംരക്ഷണം നൽകേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം, എത്രയും പെട്ടെന്ന് പുറത്താക്കണം, MLA പദവിയിൽ നിന്നും രാജിവെപ്പിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു. ഏതായാലും തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തു. ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് പുറത്തിറക്കി കഴിഞ്ഞു. ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുടെ പരാതികൾ, ആ പരാതികളിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. തെളിവുകൾ നിരവധി പുറത്തു വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനായി മാറിയെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ പുറത്താക്കിയിരിക്കുന്നു. നേതാക്കളുടെയൊക്കെ അഭിപ്രായം പരിഗണിച്ചിരിക്കുന്നു. വനിതാ നേതാക്കളടക്കം രാഹുലിനെ പുറന്തള്ളണമെന്ന് നിരവധി തവണ പരസ്യമായി ആവശ്യപ്പെട്ടു. ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിക്കുന്നു.